ഹലോ കൂട്ടുകാരെ, എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇന്നൊരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയുടെ അകത്ത് ഉലുവയും ജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതിന് മുന്നായി ഇത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് എണ്ണയും ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം. സ്റ്റൗ കത്തിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നത് വരെ വറുത്തെടുക്കാം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കുകയാണ് ഞാൻ. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഇത്തിരി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതിനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് വന്നിരിക്കുകയാണ് ഞാൻ. വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ഒന്നിച്ച് ചേർത്ത് കൊടുക്കുന്നില്ല. അതിനായിട്ട് സാമ്പാർ വെക്കുന്നതിനായിട്ട് പരിപ്പ് ചേർത്ത് കൊടുത്തു. അതിനകത്ത് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുത്ത് പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞളും മുളകും ഉപ്പും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ആ കഷ്ണങ്ങളിലേക്ക്. എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ മതിയാവും. ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. നമുക്ക് മൂടിയിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. ഒരു വിസിൽ മതി കേട്ടോ, അപ്പോഴേക്കും വെന്ത് വരും. ഒരു വിസിൽ വന്നാൽ നമുക്ക് അതിന് ശേഷമാണ് നമ്മൾ വെണ്ടയ്ക്കയും മുരിങ്ങക്കായും ചേർത്ത് കൊടുക്കുന്നത്. ആദ്യമേ ഇട്ടാൽ അതൊക്കെ അടിഞ്ഞു പോകും. ഇതാ ഒരു വിസിൽ വന്നിരിക്കുകയാണ്. ഇതിന് വേണ്ടി ആവശ്യമായ പുളി കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം തയ്യാറാക്കാനായിട്ട് നമ്മൾക്ക് ഇതിനകത്തേക്ക് വെണ്ടയ്ക്കയും മുരിങ്ങക്കായും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും കുക്കറിൻ്റെ മൂടി അടച്ച് വെക്കുകയാണ്. അങ്ങനെ ഒരു വിസിൽ വരണം എന്നൊന്നുമില്ല, അന്നേരം വെണ്ടയ്ക്കൊക്കെ ചീഞ്ഞ് പോവും. വിസിൽ വരുന്ന ആ ഒരു സമയമുണ്ടല്ലോ, അന്നേരം നമുക്ക് ഓഫ് ചെയ്യാം. ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്തേക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് തിളപ്പിക്കാം. തേങ്ങയുടെ അകത്ത് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് പറയാൻ വിട്ടുപോയി കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. എൻ്റെ സാമ്പാർ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ ഓണക്കാലമൊക്കെ അല്ലേ വരുന്നത്, നല്ല ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു. കണ്ടാൽ തന്നെ അറിയാലോ എത്രമാത്രം ടേസ്റ്റിയാണെന്ന്. ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും എന്തിൻ്റെ വേണേലും നല്ലൊരു കോമ്പിനേഷനാണ് സാമ്പാർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ